ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വല്ലാത്തൊരു വിഷമത്തിലാണ്. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ ഒരു വാർത്ത കേട്ടു. ആലപ്പുഴയിൽ മകൻ അച്ഛനെ വെട്ടിക്കൊന്നു. വെട്ടിക്കൊന്നെന്ന് വെച്ചാൽ അത്രയ്ക്ക് മുഖമൊക്കെ വികൃതമാക്കി വെട്ടിക്കൊന്നു. 62 വയസ്സുള്ള അച്ഛനെ അമ്മേനെയും വെട്ടി. അമ്മയ്ക്ക് വിരലുകളൊക്കെ, കയ്യിലെ 2 വിരലുകൾ നഷ്ടപ്പെട്ടു. മുഖത്ത് ഒത്തിരി വെട്ട് കിട്ടിയിട്ടുണ്ട് അമ്മയ്ക്ക്. അമ്മയുടെ പേര് സിന്ധു എന്നാണ്. അച്ഛൻ്റെ പേര് നടരാജൻ എന്നാണ്. അവർക്ക് 3 മക്കളാണ്. 2 ആൺകുട്ടിയും 1 പെൺകുട്ടിയുമാണ്. മൂത്ത മോൻ നവജിത്ത് എന്നാണ് പേര്. അച്ഛനെ വെട്ടിക്കൊന്ന മോൻ്റെ പേരാണ്. അമ്മേനെയും വെട്ടി. അമ്മയുടെ കൈവിരലുകളൊക്കെ അറ്റുപോയി. മുഖത്തൊക്കെ ഒരുപാട് വെട്ടേറ്റിട്ടുണ്ട്. പിന്നെ 2 മക്കൾ ആയുർവേദ ഡോക്ടറാണ്. അച്ഛനെ വെട്ടിയ മൂത്ത മോൻ നവജിത്ത് മാവേലിക്കര കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതൊരു വക്കീലാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, അച്ഛനും അമ്മയും പഠിപ്പിച്ച് ഇവനെയൊക്കെ വക്കീലാക്കി, അതും വിദ്യാഭ്യാസമുള്ള മക്കൾ. ഒന്ന് ആലോചിച്ച് നോക്ക്. അവൻ കല്യാണം കഴിച്ച്, ഭാര്യ ഗർഭിണിയാണ്. പ്രസവത്തിന് ഭാര്യയുടെ വീട്ടിൽ കൊണ്ടാക്കിയൊക്കെയാണ് ഭാര്യ. അവിടെ നിന്ന് വന്നാണ് അമ്മയും അച്ഛനെയും വെട്ടിയത്. അതിൽ അച്ഛൻ മരിച്ചു. നവജിത്ത് മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കും. അതിനെ ചൊല്ലിയാണ് അച്ഛനും മോനുമായി തർക്കമുണ്ടായത്. അതിനെ തുടർന്നാണ് അച്ഛനെ വെട്ടി കൊന്നത്. അത്ര മൃഗീയമായാണ് ഈ മോൻ ചെയ്തത്. അതിനിടെ അമ്മേനെ വെട്ടി. അമ്മയുടെ വിരലുകൾ നഷ്ടമായി. നവജിത്തിൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു കുറേ കാലം. അവിടെ നിന്നും കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ച് ഇവിടെ കുറേ കടകളുണ്ട്. ചെറിയ ചെറിയ വർക്കുകളൊക്കെ എടുത്ത് ചെയ്ത് ജീവിച്ചു പോണ ഒരു മനുഷ്യൻ. അതും 62 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിനെയാണ് സ്വന്തം മോൻ ക്രൂരമായി വെട്ടിക്കൊന്നത്. സ്വത്തിനാണോ മുതലിനാണോ എന്നൊന്നും അറിയില്ല. അവൻ പറയുന്നത് അവൻ മയക്കുമരുന്നും ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ ഇതിലാണ് ചെയ്തതെന്നാണ് പറയുന്നത്. നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോണത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മദ്യം, മയക്കുമരുന്ന്, ഇത് എന്തും ചെയ്യിപ്പിക്കും. അച്ഛനെന്നില്ല, അമ്മയെന്നില്ല, സഹോദരങ്ങളെന്നില്ല, ആരെയും വെട്ടിക്കൊല്ലാൻ വരെ ധൈര്യം കൊടുക്കുന്ന ഒരു വിഷമാണ് ഈ മയക്കുമരുന്ന് എന്ന് തന്നെ പറയണം. അച്ഛനും അമ്മയും വെട്ടിയതിന് ശേഷം പെരയ്ക്കകത്ത് ഇരിക്കുകയായിരുന്നു. നാട്ടുകാരെല്ലാം വന്ന് പോലീസിനെ അറിയിപ്പിച്ച്, പോലീസ് വന്ന് കതവൊക്കെ ചവിട്ടി തുറന്ന് അകത്ത് ചെന്നപ്പോൾ അച്ഛൻ കിടക്കുന്നു, മരിച്ചു കിടക്കുകയാണ്. മുഖമൊന്നും കാണാൻ വയ്യാത്ത രീതിയിൽ ആണ് അച്ഛൻ്റെ മുഖം. അത് കണ്ട് നിന്നവരെല്ലാം പേടിച്ചു. അത്ര രീതിയിലാണ് ഈ മോൻ അച്ഛനെ ചെയ്തത്. അതിനുശേഷം അവൻ്റെ അടുത്ത് കതവ് തുറക്കാൻ പറഞ്ഞു. അവൻ തുറക്കില്ല. പോലീസ് ചവിട്ടി തുറന്നു. അവൻ കത്തിയായിട്ട് നിൽക്കുകയാണ്. പോലീസ് തറയിടാൻ പറഞ്ഞു. അങ്ങനെ അവനെ കീഴടക്കി പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടുകാരെല്ലാം വയലൻ്റായി. ഒരു പരുവത്തിൽ പോലീസ് ഇവനെ കൊണ്ടുപോയി. അച്ഛനും അമ്മയ്ക്കും മക്കളുണ്ടാവുമ്പോൾ അവർ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കിയാണ് ഇവരെ വളർത്തുന്നത്. വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം കൊടുത്ത്, എൻ്റെ മോൻ വലിയ സ്കൂളിൽ പഠിക്കണം, പൈസ കൊടുത്ത് പഠിക്കണം, ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കാൻ പാടില്ല, വലിയ നിലയിൽ എത്തിക്കണം എന്നുള്ളൊരു ചിന്തയാണ് അച്ഛനും അമ്മയ്ക്കും. കിട്ടുന്നതൊക്കെ ഊറ്റി ഉറുമ്പി എവിടെയെങ്കിലും ഉണ്ടാക്കി വെക്കും മക്കൾക്ക് വേണ്ടി. അവർ ജീവിക്കാൻ മറന്നുപോകും. എൻ്റെ മക്കൾ നല്ല നിലയിൽ വരണമെന്ന്. ആ മക്കളാണ് അച്ഛനും അമ്മയും ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ വെട്ടിക്കൊല്ലുന്നത്. അതാണിപ്പോൾ സമൂഹം.